ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ടുഡേയ്സ് ടോപ്പിക് എന്ന് പറയുന്നത് റിമൈനിങ് ബാങ്കിങ് ടൈപ്പ്. നമ്മൾ 9 ബാങ്കുകളാണ് ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ്റെ ബേസിസിൽ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ടൈപ്സ് ഓഫ് ബാങ്കുകളെ 5 ടൈപ്പായിട്ട് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ്റെ ബേസിസിലും ഓണർഷിപ്പിൻ്റെ ബേസിസിലും ഡൊമസൈൽസിൻ്റെ ബേസിസിലും അതിൻ്റെ ഓർഗനൈസേഷൻ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിലും RBIയുടെ ഷെഡ്യൂൾ അനുസരിച്ചിട്ടും അതിലെ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായ ഫങ്ഷൻ്റെ ബേസിസിലെ ബാങ്കുകളെ 9 ക്ലാസിഫൈ ചെയ്തു. അതിലെ 2 ബാങ്കുകളെ കുറിച്ചാണ് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇനി ബാക്കി എത്ര എണ്ണം പറയാനുണ്ട്? 7 കുറിച്ച് പറയാനുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കും അതിൻ്റെ ടൈപ്പും അതിൻ്റെ ഫങ്ഷനും വളരെ ഡീറ്റെയിൽഡ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. അത് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഓക്കെ, ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുന്നത് ലോങ് ടേം വേണ്ടിയിട്ട്, അത് മീഡിയം ആൻഡ് ലോങ് ടേം ലോൺസ് ഫോർ ആർക്ക് വേണ്ടിയിട്ടാണ്, ഇൻഡസ്ട്രീസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 25 ഇയേഴ്സ് നമ്മളെല്ലാം നോക്കുമ്പോൾ നമ്മൾ 8 ബാങ്കുകളെ 8 നാഷണൽ ലെവലും 2 സ്റ്റേറ്റ് ലെവൽ ബാങ്കുകളെ കുറിച്ചും ഇൻഡസ്ട്രിയൽ ബാങ്കിൽ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ ബാങ്കുകളെ കുറിച്ച് പഠിച്ചപ്പോൾ അത് ലോങ് ടേമിനാണ് കൂടുതൽ കൊടുത്തത്. മീഡിയം ആൻഡ് ലോങ് ടേം ആണ്. ഇൻഡസ്ട്രിയൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ കോമൺ ആയിട്ടുള്ളൊക്കെ നിങ്ങൾ പഠിച്ചോളൂ മക്കളെ. കാരണം ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്താ ചെയ്യുക? അണ്ടർറൈറ്റ് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഗ്യാരണ്ടി കൊടുക്കും, ഡിഫേർഡ് പേയ്മെൻറ്റ് കൊടുക്കും, അണ്ടർടേക്കിംഗ് ഉണ്ട്. ഇതൊക്കെ തന്നെ അതന്നെയാണ് എല്ലാ ബാങ്കുകളെയും എന്താ പറയുക ഇൻഡസ്ട്രിയൽ ലെവലിൽ പറയുമ്പോൾ ആ പോയിൻറ്റ്സുകൾ വരാം. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ മൂവ് ഓൺ ടു ദി അഗ്രികൾച്ചർ ബാങ്ക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മൾ നബാർഡും റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സൊക്കെ എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? ഈ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ ബാങ്ക് എന്ന് പറയുന്നത് ഫാർമേഴ്സിന് വേണ്ടി കൊടുക്കുന്നതാണ്. ലോങ് ടേമും ഷോർട്ട് ടേം ലോൺസ് കൊടുക്കാറുണ്ട്. ലോങ് ടേം ലോൺസ് എന്തിനാവും കൊടുക്കുന്നുണ്ടാവുക? അവർക്ക് പർച്ചേസ് ചെയ്യാനും. ഷോർട്ട് ടേം ലോൺസ് എന്തിനാണ് കൊടുക്കുന്നുണ്ടാവുക? അവർക്ക് അവരുടെ ആ വർഷം സീഡ്സ് വാങ്ങിക്കാൻ, ഫെർട്ടിലൈസേഴ്സ് മീറ്റ് ചെയ്യുക, അതർ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുറേ ബാങ്കുകൾ ഇന്ത്യയിലുണ്ട്. അതായത് കോപ്പറേറ്റീവ് ബാങ്ക് ബേസിസിലും ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ നബാർഡും നാഷണൽ ലെവലിൽ നബാർഡ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഫങ്ഷൻ്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് അഗ്രികൾച്ചർ ബാങ്ക് ഉണ്ട്. അതാണ് അഗ്രികൾച്ചർ ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പറയുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടി സഹായിക്കാൻ വേണ്ടി ബാങ്കുകളിൽ ഒരു സെക്ഷൻ ഫോറിൻ ട്രേഡ് സർവീസിന് വേണ്ടിയിട്ട് ബാങ്കുകളിലുണ്ട്. അതാണ് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറഞ്ഞു. ശരിക്കും ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ഒരു സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനൊന്നല്ല. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദേ ആർ പാർട്ട് ഓഫ് എ കൊമേഴ്ഷ്യൽ ബാങ്ക്. ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. വി ആർ എൻക്വയറിങ് പെർമിഷൻ ഫ്രം ദി സെൻട്രൽ ബാങ്കിന് ശേഷം, അതായത് സെൻട്രൽ ബാങ്കിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതൊരു സെക്ഷനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അതായത് എന്തൊക്കെയാണ് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യാറ്? പർച്ചേസ് ആൻഡ് സെൽ ഓഫ് ഫോറിൻ കറൻസീസ് വാങ്ങിക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യുക, ഫോറിൻ റെമിറ്റൻസ് ഉണ്ടാക്കുക, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫോറിൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, സിൽവറും ഗോൾഡും പർച്ചേസ് ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇമ്പോർട്ടേഴ്സിന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇമ്പോർട്ടേഴ്സിന്. അതായത് ഇപ്പോൾ ഇപ്പോൾ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചൈനക്കാർക്ക് അറിയില്ലല്ലോ, ഇപ്പോൾ എൻ്റെ കമ്പനിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്ത കാശ് കൊടുത്തിൽ എന്ത് ചെയ്യും? എല്ലാ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റും? അതൊന്നും സാധിക്കില്ല. അപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്കാണ് കൊടുക്കുന്നത്. എൻ്റെ ക്ലയൻറ്റാണ് ഈ ഇമ്പോർട്ടർ, ഈ ക്ലയൻറ്റാണ്, ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നത്. അതിനാണ് നെറ്റ് റിസൾട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എക്സ്പോർട്ടേഴ്സ് ഇമ്പോർട്ടൻസിന് വേണ്ടിയിട്ടുള്ള ഫോറിൻ ട്രേഡിൽ ഇൻഫോർമേഷൻസ് അവർ കൊടുക്കുന്നുണ്ട്. ട്രാവലേഴ്സ് ചെക്ക്, ടൂറിസ്റ്റിനും ട്രാവലേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ചെക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ കറൻസിക്ക് കിട്ടാനുള്ള ഗൈഡൻസും അതിന് ക്ലിയറൻസും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് ആരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്? ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കിൻ്റെ. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് സെപ്പറേറ്റ് ബാങ്ക് ആയിട്ട് ശ്രദ്ധിച്ചുള്ളൂ. ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്താ പറയുക സെപ്പറേറ്റ് അല്ല. അവരെന്താണ് പറയുന്നത്? അവർ സെപ്പറേറ്റ് ബാങ്ക് അല്ല. അവരെന്ത് ബാങ്കാണ് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇറ്റ്സ് നോട്ട് സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് നോട്ട് എ സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ദേ ആർ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എന്താ പറയുക ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഭാഗമായിട്ട് അവർ വർക്ക് ചെയ്യും.
ഓക്കെ. അതിൽ നിന്ന് ഗെറ്റ് എ പെർമിഷൻ ഫ്രം ദി സെൻട്രൽ ബാങ്കിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ചതിന് ശേഷം ചെയ്യുന്ന ആൾക്കാരാണ് എന്ത് പറയണത്, ഈ ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി സേവിങ്സ് ബാങ്കും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ സൊസൈറ്റിയിലെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ സേവിങ് ഹാബിറ്റ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതാണ് മെയിൻ എയിം. അവരുടെ സേവിങ്സിന് എയിം വേണ്ടിയിട്ട് നടത്തുന്ന ബാങ്കാണ് സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബാങ്കിലും സേവിങ് ബാങ്ക്, നമ്മൾ സാലറി അക്കൗണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഇല്ലേ, അപ്പോൾ ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. അതൊക്കെ ചെയ്യുന്നതാണ് സേവിങ്സ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരു എക്സാക്റ്റ് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ഈ പർപ്പസിന് വേണ്ടി മാത്രമേ ചെയ്യുന്നതാണ് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ സേവ് ചെയ്യുക, അതൊരു എക്സാമ്പിളാണ്. ദെൻ ഇൻഡിജീനിയസ് ബാങ്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരു ക്ലാസ്സിൽ പഠിക്കാം. ഈ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു മീനിങ് മാത്രം പഠിക്കണുള്ളൂ. അങ്ങനെ ഇൻഡിജീനിയസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ ആൻസൻറ്റ് ബാങ്കിങ് സിസ്റ്റമാണ്. എന്ത് പറയുന്നത്, ആൻസൻറ്റ് ബാങ്കിങ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്ക് എന്ന് പറയുന്നത്. അവർ വളരെ ഏജ് ഓൾഡായിട്ട് ഈ ബാങ്കിങ് സർവീസസൊക്കെ ഈവൻ ബ്രിട്ടീഷുകാരെ മുമ്പേ റൂൾ ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ട്. പല കൺട്രികളിലും പല സ്റ്റേറ്റുകളിലും, ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇൻഡിജീനിയസ് ബാങ്കിന് ഡിഫറെൻറ്റ് പേരിലാണ് അറിയപ്പെടുന്നത്. മുമ്പിൽ ഷ്രോഫ് ആണെങ്കിൽ മാർവാറീസ്, മഹാരാഷ്ട്ര മാർവാറീസ് ഒക്കെ ആയിട്ട് പറയും. അത് മുംബൈ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ പറയുന്ന പേര് വേറെയാണ്. സൗത്ത് ഇന്ത്യ ചെന്നൈയിൽ പറഞ്ഞ ചെട്ടീസ് എന്ന് പറയും. അതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഷഹുക്കാർഡ്സ് എന്ന് പറയും. ഇങ്ങനെ പല പേരിലാണ് നടക്കുന്നത്. ഇവർ മെയിനായിട്ടും ഒരു പ്രൈവറ്റ് അവരുടെ കയ്യിലത്തെ കാശ് കൊണ്ട് അവർ ബാങ്കിങ് സർവീസ് നടത്തുന്നത്. മെയിനായിട്ട് 3 ടൈപ്പ് ഉണ്ട്. ബാങ്കിങ് ബിസിനസ് മാത്രം നടത്തുന്നവരുണ്ട്, ബാങ്കിങ് ബിസിനസ്സും ട്രേഡും നടത്തുന്നവരുണ്ട്, അതുപോലെ തന്നെ ട്രേഡും അതുപോലെ തന്നെ ലിമിറ്റഡ് ബാങ്കിങ് സർവീസ് മാത്രം നടത്തുന്നവരുണ്ട്. ഓക്കെ. ഇവരെ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ട്. ഇവരും മണി ലെൻഡേഴ്സും വ്യത്യാസമുണ്ട്. മണി ലെൻഡേഴ്സ് ഒരിക്കലും എന്താ പറയുക, നമ്മൾ ഒരിക്കലും മണി ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും ബാങ്കല്ല. മണി ലെൻഡേഴ്സ് അവർ ഓൺ ഫണ്ട് വെച്ചിട്ട് കൊടുക്കുകയാണ്. അവരൊരിക്കലും ഇൻഡിജീനിയസ് ബാങ്ക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പബ്ലിക്കിൽ നിന്ന്. മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് അവർ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഓക്കെ. അതാണ് ഇൻഡിജീനിയസ് ബാങ്കും മണി ലെൻഡേഴ്സും നമ്മൾ ബേസിക് ഡിഫറൻസ്. ദെൻ ഇനി നിങ്ങൾക്ക് പറയാനുള്ളത് കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ചാണ്. കോപ്പറേറ്റീവ് ബാങ്ക് നമുക്കറിയാം. കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് ഒരു ലോ പ്രകാരം 3 ലെവലിൽ അതായത് നമ്മൾ വില്ലേജ് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ, സെൻട്രൽ ലെവലിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ 3 ലെവലിലായിട്ടാണ് ബാങ്കിങ് ചെയ്യുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മൾ ബാങ്ക് നടത്തുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അത് പ്രിൻസിപ്പിൾ ഓഫ് എന്തായിരിക്കും, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രിൻസിപ്പിൾ എന്തായിരിക്കും, കോപ്പറേഷൻ ആയിരിക്കും. ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് അതിലത്തെ മെമ്പേഴ്സും ചീപ്പ് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 3 ടയർ സ്ട്രക്ചറാണ് ഇവർ പറയുന്നത്. അതായത് വില്ലേജ് ലെവൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവൽ വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവൽ വരുന്നുണ്ട്. ഓക്കെ. ദെൻ സെൻട്രൽ ബാങ്ക് നമുക്കറിയാം. ഇന്ത്യയിലെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് ഏത് ബാങ്കാണ്? റിസർവ് ബാങ്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ബാങ്ക്? നമുക്കറിയാം റിസഷനൊക്കെ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ റിസഷൻസ് ഒന്നും അധികം ബാധിക്കാത്തതിന് 2008 റിസഷൻ വന്നപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇക്കണോമിക് സ്ലോ ഡൗൺ മാത്രമേ ഉണ്ടായുള്ളൂ. ആ റീസൺ എന്ന് പറയുന്നത് നമ്മളുടെ RBIയുടെ, നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ബാങ്കാണ് എല്ലാ ബാങ്കിലും അപ്പെക്സ് ബാങ്കായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ ലീഡ് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കാണ്. അവരുടെ സെൻട്രൽ ബാങ്കിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ടു റെഗുലേറ്റ്, കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദി ഹോൾ ബാങ്കിങ് സിസ്റ്റം ഓഫ് എ കൺട്രി. ഓക്കെ. ബാങ്കിങ് സിസ്റ്റത്തേക്ക് ചെയ്യാന്നുള്ളതാണ്. ദെൻ നമ്മൾ പറയുന്നത് RRBയെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ, റീജിയണൽ റൂറൽ ബാങ്കാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ ഈ നോട്ടും കൂടി തരാൻ കാരണം ഇങ്ങനെയും നിങ്ങൾക്ക് ക്ലാസ്സിൽ നോക്കാം. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെയാണ് മക്കളെ ഫോളോ ചെയ്ത് പോകണം. നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നുണ്ടാവില്ല പഠിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ ഇൻഫോം ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആകുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഈ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചോളൂ. ചെറിയ ഡിഫറൻസ് മാത്രമേ നിങ്ങൾ സിലബസിന് വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സീനിയേഴ്സിൻ്റെ കളക്ട് ചെയ്യാൻ നോക്കുക. അന്നൊന്നും എടുക്കുന്ന ക്ലാസ്സസ് നിങ്ങൾ പഠിക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ബാങ്കിങ് ടൈപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ കുറേ ടൈപ്പ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ ക്ലാസിഫിക്കേഷനായിരുന്നു ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ 9 ഫങ്ഷനെ കുറിച്ചുള്ള ബാങ്കിനെ കുറിച്ച് 9 ഫങ്ഷനിൽ 9 ടൈപ്പ് ബാങ്കുകളുണ്ടായിരുന്നു. ഫങ്ഷൻ്റെ ബേസിസിൽ 9 ബാങ്കുകൾ
ബാങ്കുകളുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇൻഡസ്ട്രിയൽ ബാങ്ക്, അഗ്രികൾച്ചറൽ ബാങ്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്ക്, സേവിങ്സ് ബാങ്ക്, ഇൻഡിജിനിയസ് ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ ബാങ്ക് ആൻഡ് RRB ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇനി ഈ ബാങ്കുകളൊക്കെ തന്നെ ഇനിയുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്, ഓൺ ദ ബേസിസ് ഓഫ് ഡൊമസിൽസ്, ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ, ഓൺ ദ ബേസിസ് ഓഫ് RBI ഷെഡ്യൂൾ. ഈ ബേസിസിൽ തന്നെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുമ്പോൾ അത് ഓവർലാപ്പ് ചെയ്ത് വരും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുക റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ നിങ്ങൾക്കത് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ വാട്ട് ഈസ് ഇൻഡിജിനിയസ് ബാങ്ക്, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിജിനിയസ് ബാങ്ക് ആൻഡ് മണി ലെൻഡേഴ്സ്, വാട്ട് ഈസ് എക്സ്പ്ലെയിൻ RRB. അപ്പോൾ നിങ്ങൾ നോട്ട് നിങ്ങൾക്ക് പഠിക്കുന്ന വിധത്തിൽ നെറ്റിലത്തെ മെറ്റീരിയൽ ഞാൻ എടുക്കാൻ കാരണം ചിലതിൽ ബാങ്കിനൊക്കെ ചിലത് നല്ലത് അതായിരുന്നു. ഞാൻ പക്ഷേ ഇതും ഫോളോ ചെയ്യുന്നത് ഇതിങ്ങനെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. നാളത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഓൺ ദ ബേസിസ് ഓൺഷിപ്പിൻ്റെ ബേസിസിൽ ബാങ്കിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഓൺ ദ ബേസിസ് ഓഫ് ഫംഗ്ഷൻ്റെ ബേസിസ് 9 ബാങ്കുകൾ എഴുതി പഠിക്കുക. അതിൽ കൊമേഴ്ഷ്യൽ ബാങ്കിനെ മാത്രം ഈ എല്ലാ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം കൊമേഴ്ഷ്യൽ ബാങ്കിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു.